ഹായ് കൂട്ടരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ പല രീതിയിൽ മീൻ പൊള്ളിക്കാറുണ്ട്. വാഴയിലയിൽ അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കാറുണ്ട്. നമുക്ക് മൺചട്ടിയിലിട്ട് മീനെ ഒന്ന് പൊള്ളിച്ച് നോക്കിയാലോ? ആ ഒരു നല്ല അടിപൊളി ടേസ്റ്റിൽ കേട്ടോ. അപ്പോൾ അയിലാണ് എടുത്തിരിക്കുന്നത്. അയില നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെട്ടിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ഇരുവശവും ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ ചട്ടിയിലേക്ക് നിരത്തി വെച്ചിട്ടാണ് എണ്ണ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പോൾ ദാ പിന്നീട് നമ്മളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. മുളക് പൊടി, കടുക്, ഉലുവ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സവാള, തക്കാളി, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാളയ്ക്ക് പകരം ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആവും. സവാളയാണെങ്കിലും കുഴപ്പമില്ല. അതാകുമ്പോഴത്തേക്കും ഒരു എരിവും നേരിയൊരു മധുരപ്പവും കൂടിയായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം തക്കാളിയൊക്കെ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവുള്ള ഒരു മീൻ കറിയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് വാഴ ഇലയിൽ പൊള്ളിക്കുന്നതിന് പകരം നമുക്ക് ചട്ടിയിൽ തന്നെ പൊള്ളിച്ചെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ പൊള്ളിച്ചത് പോലെ തയ്യാറാക്കുന്ന ഒരു മീൻ റോസ്റ്റാണ്. അപ്പോൾ മിക്സിയിലേക്ക് ജാറിലേക്ക് മാറ്റിയിരിക്കുന്ന ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയും സവാളയും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്താണ് അരച്ചിരിക്കുന്നത്. പിന്നീട് നമുക്കൊരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകും കൂടി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിത്തെറിച്ചൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരല്പം ഉലുവയും കൂടി അങ്ങോട്ട് ചേർത്തങ്ങോട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഉലുവയൊന്നും ചേർത്ത് കൊടുക്കേണ്ട. വളരെ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ എല്ലാം നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില അങ്ങനെ എടുത്ത് അങ്ങോട്ട് വേദന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല കറുമുറ മൊരിഞ്ഞങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾക്ക് പിന്നീട് ബാക്കി വെച്ചിരിക്കുന്ന, അതായത് ഈ സവാള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇവനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്ത് പോകരുതും കരിഞ്ഞു പോകരുതും ആ രീതിയിലാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫായിട്ട് ഇവനെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല എന്ന്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾക്ക് ഒരു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കുടംപുളിക്ക് പകരം വാളംപുളി വേണമെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി വെള്ളമായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു തക്കാളി നമ്മളെല്ലാം കൂടി അരച്ചെടുത്തിട്ടില്ല. അതായത് ഗ്രേവിക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാം കൂടി അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് നല്ല പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞപ്പോൾ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ടാണോ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ ഇതേപോലെ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അരിഞ്ഞ് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഗ്രേവി ആദ്യം തന്നെ തയ്യാറാക്കാം. അപ്പോൾ വെള്ളത്തിന് പകരം നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകളാണ്. ആ കൂട്ടുകൾ അങ്ങോട്ട് ചേർത്തതിന് ശേഷം ഇതിപ്പോൾ വളരെ തിക്കായിട്ടാണ് നമ്മൾ കൂട്ടുകൾ അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇവനെ നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ഗ്രേവിയാക്കി എടുക്കാം. അങ്ങനെ സംഭവങ്ങളൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് മറിഞ്ഞ് ആ നമ്മൾ ചേർത്തിരിക്കുന്ന, അതായത് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ചേർത്ത് അരച്ചിരിക്കുന്ന ആ കൂട്ടിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും, എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹാഫായിട്ട് ഫ്രൈ ചെയ്തിരിക്കുന്ന, ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 3/4 ഭാഗത്തോളം ഫ്രൈ ആണ്, വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് ആ അയില എടുത്തിട്ട് ഇങ്ങനെ നീളത്തിലും അല്ലെങ്കിൽ കഷ്ണിച്ചാണെന്നുണ്ടെങ്കിൽ അതേപോലെയും ഒക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഗ്രേവിയൊക്കെ അങ്ങോട്ട് മേളിലേക്ക് അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഈ സമയത്തൊന്ന് മേളിലേക്ക് അങ്ങോട്ട് തൂകിയതിന് ശേഷം ഒരല്പസമയം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കുക. അല്പസമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വേണ്ട. കൂടി പോയിട്ടുണ്ടെങ്കിൽ 1-2 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മീൻ റോസ്റ്റ് തയ്യാറാക്കുന്ന കാര്യങ്ങൾ.
അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അപ്പോൾ ദോശയ്ക്കൊപ്പമോ ചോറിനൊപ്പമോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു.